Shiny lights and purple sky, everything's so bright. 기다려왔어 지금이야. Turn off your phone and off your mind. Look at you so bright. 멈출 수 없어 지금이야. Oh, I'll take you to the moon. Come on up, enjoy your ride. Oh, I'll take you. चाय पिया चाय छोला पूरी ये छोला पूरी നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ രാവിലെ തന്നെ എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇന്നലെ രാത്രിക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത് നമ്മുടെ ട്രെയിൻ ട്രിപ്പിന്റെ 3-ാമത്തെ ദിവസമാണ്. അപ്പൊ 3-ാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റപ്പിക്കും കാൺപൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പൊ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അടുത്ത സ്റ്റേഷൻ വരുന്നത് നമുക്ക് ലക്നൗ ആണ്. അപ്പൊ ഞങ്ങൾ എണീറ്റ് ഇനി ഒന്ന് ഫ്രഷ് ആവണം, നമുക്ക് ബ്രഷ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് ഞങ്ങൾ അതിനൊക്കെ ഒന്ന് നീങ്ങണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ചിന്തിക്കുന്നുണ്ടാവും ഈ 3rd ഡേ ട്രിപ്പ് എന്താ ഇന്ന് ആദ്യം തന്നെ എടുത്തിരുന്നത്, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്നും കാണിച്ചില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തു നമ്മൾ ഇന്ന് എന്തായാലും ബസ്സിൽ ഞങ്ങളുടെ വീട്ടിലെത്തുന്ന ദിവസമാണല്ലോ. അപ്പൊ വീട്ടിലെത്തിയ വിശേഷങ്ങളും ആ സന്തോഷമൊക്കെ നിങ്ങളെ ആദ്യം അറിയിച്ച് ആ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് പിന്നെ സ്ലോലി നമ്മുടെ പുറകോട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ ബ്രഷ് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ചായക്കാരൻ ചേട്ടൻ ഇവിടെ റെഡി ആയിരുന്നു. ട്രെയിനിലാണെങ്കിലും പതിവ് പോലെ കഴിക്കുന്ന തൈറോയിഡ് ഗുളികയൊക്കെ കഴിക്കണമായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ രാവിലെ എണീറ്റ് വന്നത് തന്നെ തൈറോയിഡ് ഗുളികയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ചായ കുടിച്ചത്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ലക്നൗ സ്റ്റേഷനും എത്തിട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കാൺപൂരിൽ നിന്ന് ഒരു 1 hour ട്രെയിൻ ജേർണി ഉള്ളൂ ലക്നൌവിലേക്ക്. അപ്പൊ അതെല്ലാം അങ്ങനെ കഴിഞ്ഞു പോയി. ഇവിടെ ഒരു ട്രെയിനിലൊക്കെ ഒരു 11 മണിക്ക് ആയിപ്പിക്കുന്നുണ്ട്. ആ ഫുഡ് കൊണ്ട് അടുത്ത ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 2 ദിവസത്തേക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ട്രെയിനിന്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് ബസ്സിൽ 1:40 ആണ്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ആ ചിന്തയിൽ വാങ്ങിച്ചില്ല. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഓരോന്നാട് കഴിച്ചാൽ തൽക്കാല വിശപ്പ് മാറും. അത് കഴിക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ അതേ നമ്മുടെ നേന്ത്രപ്പഴം റെഡി. ഞങ്ങളുടെ തൊണ്ടൊക്കെ കളഞ്ഞ് നമ്മൾ തട്ടും. അപ്പോൾ തൽക്കാല വിശപ്പൊക്കെ മാറി കിട്ടും. ചേട്ടൻ എന്തേ പഴം കഴിക്കുക. അഞ്ചൊരു പഴം വേണ്ടെന്നും പറഞ്ഞു. 5 കഴിച്ചില്ല. ഞങ്ങളിതൊക്കെ വെച്ചിങ്ങനെ ഒപ്പിക്കണം ട്രെയിനിൽ. അവിടുത്തെ ഒരു ചേട്ടൻ ടോയ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ചോക്ലേറ്റ് ₹100 ചോക്ലേറ്റ് പാക്കറ്റാണ്. ഒരു പാക്കറ്റ് 100 രൂപ. അതിനിടയ്ക്ക് നമ്മുടെ TTR ചേട്ടന്മാർ വരുന്നോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാലവള ഐറ്റംസ്, ടോയ്സ്, അങ്ങനെ പല പല ഐറ്റംസുകളായിട്ട് ചോക്ലേറ്റ്, സ്നാക്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ വീണ്ടും ചായക്കാരൻ ചേട്ടൻ വന്നപ്പോ ഓരോ ചായ പിന്നെയും വാങ്ങിച്ചു കുടിച്ചോട്ടെ ഞങ്ങള്. चाय पिया चाय ये छोला पूरी ये छोला पूरी छोला पराठा खाना भी गरम नाश्ता. ലക്നൗ കഴിഞ്ഞപ്പോൾ തൊട്ട് ട്രെയിൻ ഞങ്ങളുടെ ഒത്തിരി സ്ലോ ആയിട്ടോ നീങ്ങിയത്. അപ്പോൾ 1:45 എത്തേണ്ട ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു 3:15 ആവുമ്പോൾ എത്താനുള്ള സാധ്യത കാണുന്നത്. അത്രയും ലേറ്റ് ആയിട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാറായിട്ടുണ്ട്. പക്ഷെ ഇറങ്ങുന്നതിന്റെ മുൻപ് ഉള്ള സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേക്കാം. പക്ഷെ ഞങ്ങൾ ലഗേജൊക്കെ അതേ അടുപ്പിച്ച് വെച്ചേക്കാം ഡോറിന്റെ അടുത്തേക്ക്. 5 കൂടെ ലഗേജിന് കാവലായിട്ടിരിക്കുക അല്ലേ അഞ്ചു? അതാണ് ഞങ്ങളുടെ ലഗേജ്. അവിടെ ഇരുന്നോ. ഞങ്ങൾ തൊട്ട് ഞങ്ങളുടെ അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരിക്കുക. സീറ്റൊക്കെ പൊക്കി വെച്ച് ചാരി ഇരിക്കുക. ഞങ്ങൾ
ഞങ്ങളുടെ ട്രെയിൻ ജേണി സുഖമായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സുകൊണ്ട് വലിയ സുഖമൊന്നും തോന്നിയില്ല. കാരണം ഈ സൈഡ് അപ്പർ ബെർത്തും സൈഡിൽ ഓവർ ബെർത്തും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കാലൊക്കെ ഒന്ന് നീട്ടി അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. കാലിങ്ങനെ താഴേക്ക് തൂക്കിയിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിന്റെ മുട്ടുമൊക്കെ ഇങ്ങനെ തട്ടും, അവരറിയാതെ തന്നെ തട്ടിപ്പോവും. പിന്നെ കർട്ടൻസും അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമ്മുടെ കാലിങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ നടന്നു പോകുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഫുൾ ടൈം കാല് നീട്ടി തന്നെ വേണം സീറ്റിൽ ഇരിക്കാനൊക്കെ. അപ്പൊ അത് ഞങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കി. എന്നാലും വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. AC ഒക്കെ വർക്കിംഗ് ആയിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ജേണി കഴിഞ്ഞു. പിന്നെ 3 ദിവസം ട്രാവൽ ചെയ്തതിന്റെ ഒരു ക്ഷീണവും കാര്യമൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഇപ്പൊ ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പൊ നമ്മുടെ സ്റ്റേഷൻ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സീറ്റിൽ നിന്നൊക്കെ എണീറ്റ് വന്ന് നിൽക്കണം. അപ്പൊ ഇനി അടുത്തത് വരുന്നത് ഞങ്ങളുടെ ബസ്തി സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം എനിക്ക് ഇതിന് മുൻപുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒത്തിരി പേര് വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും ഓർഡറിലല്ലോ വരുന്നതെന്ന്. അതെനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് മാത്രം കേട്ടോ വൈകി വരുന്നത്. പിന്നെ നമ്മുടെ ഫുഡൊക്കെ നമ്മള് ട്രെയിനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ട്രാവൽ ഫുഡ് ഉണ്ടാക്കിയ വീഡിയോയും അതുപോലെ തലേദിവസത്തെ പാക്കിങ്ങും അതുപോലെ ഷോപ്പിംഗ് കാര്യങ്ങളും അതിന്റെ ഒക്കെ വീഡിയോ ഇതിന്റെ പുറകെ ഓരോന്നോരോന്നായി ഞാൻ പറ്റുന്ന പോലെയൊക്കെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഞാനും ചേട്ടനും ഹോസ്പിറ്റലിൽ രാജഗിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയായിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളും അതിനെ കൂട്ടി ഞങ്ങൾ കറങ്ങാൻ പോയ വിശേഷങ്ങളും ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി വീഡിയോസ് നമ്മുടെ പെൻഡിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇതേ ബസ്തി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഞങ്ങളിങ്ങനെ ബസ്തി സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഷാരി സാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വേറെ ഒരു പുതിയ ഫാമിലി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ സൂട്ട്കേസ് കാര്യങ്ങളെല്ലാം 2 വണ്ടികളിലായിട്ട് അച്ഛന്റെ വണ്ടിയിലും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലൊക്കെ ആയിട്ട് എല്ലാം പാക്ക് ചെയ്തൊക്കെ കയറ്റി അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് പോകണം കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഷാരി സാറിനോട് വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോഡിന്റെ 2 സൈഡിലും മാങ്ങ വിൽക്കുന്നത് കാണാം. ഇപ്പൊ ഞങ്ങൾക്കൂടെ മാങ്ങയുടെ സീസൺ കേട്ടോ. ഇഷ്ടമായി നല്ല പഴുത്ത മാങ്ങ, പലതരത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ നമുക്ക് കാണാം. പിന്നെ പച്ചക്കറികളൊക്കെ ആയാലും 2 സൈഡിലും വിൽക്കുന്നുണ്ട്. നല്ല ചൂടായിരുന്നു ഞങ്ങൾ വന്നിറങ്ങിയപ്പോ. പിന്നെ അവര് പറഞ്ഞത് അതിലും ചൂടായിരുന്നു ഞങ്ങൾ എത്തുന്നതിന് മുമ്പെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഈ വീഡിയോ നെക്സ്റ്റ് ഡേ 24th അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ 23rd ഇവിടെ എത്തി. അപ്പൊ കുറച്ച് ഫാമിലീസ് ഒക്കെ നേരത്തെ എത്തിയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെയാ. അങ്ങനെ എന്തായാലും ഞങ്ങള് സ്കൂളിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തി. കാരണം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് പോവാന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. അപ്പൊ ഞങ്ങള് നേരെ വന്നത് സ്കൂളിലേക്ക് തന്നെ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിത് ഇനി ക്വാർട്ടേഴ്സിലേക്ക് തിരിക്കണം. സ്കൂളും ക്വാർട്ടേഴ്സും തമ്മിൽ അധികം ദൂരമില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമ്മൾ എത്തും. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ എന്തായാലും വണ്ടിക്ക് വന്നതുകൊണ്ട് വണ്ടിക്ക് തന്നെ പോകുന്നത് മാത്രം. അപ്പൊ അങ്ങനെ നമ്മൾ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാ. എന്നിട്ട് ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം. അപ്പൊ അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ സ്വന്തം ക്വാർട്ടേഴ്സിൽ വന്നെത്തി. എത്തി വന്നതിന് അച്ഛൻ്റെ അടുത്ത് നടന്ന് ഫുഡൊക്കെ കഴിച്ചു. സ്കൂളിൽ അച്ഛനോട് ഫുഡ് റെഡിയാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്വാർട്ടേഴ്സിലേക്ക് വന്ന് കയറി. ഇന്നലെ ഞങ്ങളുടെ ഒരു അറിയുന്ന ഒരു ചേച്ചിയോട് പറഞ്ഞു വീടൊക്കെ ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ക്ലീനിങ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സെറ്റാക്കണം. മൊത്തത്തിൽ അവരൊന്നും ചെയ്തിട്ട് പോയാലും നമ്മളുടെ കൈകളോട് ഇനിയും ചെയ്യാനുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ക്ലീനിങ് കാര്യങ്ങൾ, അതുപോലെ ബോക്സുകളൊക്കെ അൺബോക്സ് ചെയ്ത് എല്ലാം വെക്കേണ്ടടത്തൊക്കെ വെച്ച് എന്തായാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 27ാം തീയതി തൊട്ടാണ് വർക്കിംഗ് ഡേ ടീച്ചേഴ്സിന് പോകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് 23ാം തീയതി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ദിവസത്തെ ടൈമുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് ഇടയ്ക്ക് പറക്കി വെച്ച് സെറ്റാവണം. ശരിക്കും പറഞ്ഞാൽ ടയേർഡാണ്. എല്ലാ പ്രാവശ്യവും അടുത്ത ഒരു ട്രെയിൻ ജേണി അല്ലായിരുന്നു ഈ പ്രാവശ്യത്തെ. ഞങ്ങൾക്ക് അത്രയ്ക്കും കൂടെ ഇഷ്ടം അതിലെ കാര്യം സെക്കൻഡ് ഏസിലൊക്കെയാണ്. ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര ഹാപ്പി അല്ലായിരുന്നു. നമുക്ക് കാലൊന്നും തൂക്കിയിട്ടൊന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കാൽമയൊക്കെ തട്ടി അങ്ങനെയൊക്കെ. ഉറക്കത്തിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പകൽ സമയത്തുള്ള ഇരിപ്പൊക്കെ അത്ര സുഖമില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയായാലും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ ട്രെയിൻ ജേണി വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ്
ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.